2017 മോഡല് W10 ആണ്. 45,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വണ്ടി. വെറും 45,000. അത് 19 മോഡല് 50,000 കിലോമീറ്റർ ആണ് ഓടിക്കണം. വെറും 50,000 കിലോമീറ്റർ. അത് കറക്റ്റ് ഹിസ്റ്ററി ഇല്ലേ? ഹിസ്റ്ററി ഉണ്ട്, ഒന്നുമില്ല. വരണ കേട്ടോ. അതും ഏറ്റവും ടോപ്പ് ആണ്. ഇത് ഇറങ്ങുമ്പോ 20 ലക്ഷത്തിന്റെ മുകളിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? എന്തായാലും ഉണ്ടാവും. നമുക്ക് എത്ര ലക്ഷം രൂപ കുറച്ച് കൊടുക്കാം? നമുക്കൊരു 5 ലക്ഷം രൂപ കുറച്ച് കൊടുത്തേക്കാം. 5 ലക്ഷം റുപ്യ? അതെ, ഷോറൂം ഇറങ്ങിയിട്ടുള്ള. അപ്പൊ 5 ലക്ഷം ഇട്ടേക്കണത്. അത് നോക്കണ്ട, 2.25 കൊടുക്കാം. കസ്റ്റമർക്ക് പ്രത്യേകിച്ച് കൊടുക്കാം. ലോൺ കിട്ടൂലല്ലോ? ലോണ് അവർക്ക് സ്വന്തം തന്നെ സെറ്റ് ആക്കണം. വെറും 11,000 കിലോമീറ്റർ, മോഡല് 19. ഹലോ ഗൈസ്, മലയാളി മീഡിയയിലെ പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നു KL47 യൂസ്ഡ് കാസ്റ്റ് കൊടുങ്ങല്ലൂർ കേട്ടോ. ഇപ്പൊ കുറെ സ്റ്റോക്കുകൾ കയറിയിട്ടുണ്ട്. മഴക്കാലം ആയതുകൊണ്ട് ഒരുപാട് സ്റ്റോക്കുകൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 7 സീറ്ററുകളുടെ ഒരു ചാകര ഇവിടെ കാണാൻ സാധിക്കും. SUV ഉണ്ട്, അതുപോലെ സെഡാൻ വാഹനങ്ങളുണ്ട്, 5 സീറ്റർ. മഴക്കാല ഓഫറും ഉണ്ട്, കൂടാതെ പെരുന്നാൾ ഓഫറും കൂടി ഉണ്ട് കേട്ടോ. ഇനി ഓഫറിന് മഴയാണ് അങ്ങോട്ട് വരാൻ പോകുന്നത്. 1 ലക്ഷം മുതൽ ഏകദേശം 40 ലക്ഷം വരെ വില വരുന്ന വാഹനങ്ങൾ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്കാണ് പോവാം. ഇബ്രുക്ക മലയാളി മീഡിയയിലേക്ക് സ്വാഗതം. താങ്ക് യു. നമ്മള് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കോ? തീർച്ചയായിട്ടും. തൃശ്ശൂർ ജില്ലയില് കൊടുങ്ങല്ലൂർ ബൈപ്പാസിലാണ് നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. ആ മെയിൻ റോഡിൽ നിന്ന് നോക്കിയാൽ കാണൂല്ലേ? തീർച്ചയായിട്ടും. ഷോറൂമിന്റെ പേര് KL47 യൂസ്ഡ് കാർസ്. ഓക്കെ, ഇവിടെ എത്ര വണ്ടികൾ ഏകദേശം ഇപ്പൊ കറന്റ് അവൈലബിൾ ആണ്? നമുക്കൊരു 50-55 വണ്ടിയോളം കറന്റ് അവൈലബിൾ ആണ്. ഏകദേശം 1 ലക്ഷം മുതൽ 40 ലക്ഷം വരെയുള്ള വണ്ടികളൂടെ ഉണ്ട്. സ്റ്റോക്ക് ഉണ്ട്. സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, വണ്ടികളൊക്കെ എങ്ങനെയാണ്? ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുമോ? വണ്ടികളൊക്കെ നമുക്ക് ആക്സിഡന്റ് ഇല്ല, ഫ്രണ്ട് എഫക്ട് ഇല്ല. അത്യാവശ്യം മോഡൽ കൂടിയ വണ്ടികളാണ്. 7 സീറ്റ് വാഹനങ്ങളുണ്ട്, സെഡാൻ മോഡലുണ്ട്, പിന്നെ ഹാച്ച്ബാക്ക് വാഹനങ്ങളുണ്ട്. എല്ലാം അവൈലബിൾ ആണ്. എല്ലാ സെഗ്മെന്റിൽ പെടുന്ന വാഹനങ്ങളും. പുതിയ സ്റ്റോക്കുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഇവിടെ ഇല്ലാത്ത വാഹനങ്ങൾ നമ്മുടെ പ്രഷർ ആവശ്യപ്പെട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കും. തീർച്ചയായിട്ടും കൊടുക്കും. അപ്പൊ പെരുന്നാളാണ് വരാൻ പോകുന്നത്, മഴക്കാലാണ്. മാക്സിമം ഓഫർ നമ്മളെ പ്രഷർക്ക് കൊടുക്കണം. മലയാളി മീഡിയത്തെ പ്രഷർക്ക് തീർച്ചയായിട്ടും കൊടുക്കും. KL47 സ്പെഷ്യൽ ഓഫർ ഉണ്ടാവും. മലയാളി മീഡിയ കസ്റ്റമർക്ക് സ്പെഷ്യൽ ഓഫർ ആണ്. സ്പെഷ്യൽ ഓഫർ ഉണ്ടാവും. അപ്പൊ ആരും ഈ വീഡിയോ മിസ് ചെയ്യരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഒരു 7 സീറ്റർ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ബഡ്ജറ്റ് കുറഞ്ഞ, അതുപോലെ തന്നെ മെയിൻ്റെനൻസ് കുറഞ്ഞൊരു വാഹനമാണ്. ഇതിന്റെ ഡീറ്റെയിൽ ഇനി വരുന്നത്. ഇത് റിനോൾട്ടിന്റെ ട്രൈബർ ആണ്. 2022 മോഡലാണ്. 22 മോഡല്. അതെ. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ ഓടിക്കണ വെറും 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അല്ലേ? റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല. ഓപ്ഷൻ വണ്ടിയാണ്. അപ്പൊ എത്ര മൈലേജ് കിട്ടും? മൈലേജ് നമുക്ക് എന്തായാലും 20 അടുക്ക് കിട്ടൂലേ? ഇത് ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ ആൾക്ക് സുഖമായിട്ട് പോകുന്ന ഒരു ഫാമിലിക്ക് സുഖമായിട്ട് കൊണ്ടുനടക്കാം. ലേഡീസിനൊക്കെ പറ്റിയ വാഹനമാണ്, ഒതുങ്ങിയ വാഹനമാണ്. അതെ. ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, എക്സ്ട്രാ സിസ്റ്റം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. AC, അതുപോലെ തന്നെ എയർ ബാഗ് തൊട്ട് എല്ലാ ഫീച്ചേഴ്സും ഉള്ള അത്യാവശ്യം സേഫ്റ്റിക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വാഹനമാണ് അല്ലേ? എത്ര കൊടുക്കാം നമുക്കിത് സ്പെഷ്യൽ ആണ്. ഒരു 6,90,000 രൂപ കൊടുക്കാം. വെറും 6,90,000. അതും ഫുൾ ലോണില്. സ്പെഷ്യൽ റേറ്റ് ആണ്. ഇത് ഫുൾ ലോൺ നമുക്ക് കൊടുക്കാം, ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ. ഓക്കെ, ഇതിപ്പോ ഇറങ്ങുമ്പോ ഏകദേശം എത്ര റേറ്റ് ഉണ്ടായിരുന്നു? ഇത് നമുക്കൊരു 10-60 വില വന്നിരുന്നത്. ഫുൾ ഓപ്ഷൻ ആണ്. വെറും 2 വർഷം ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ വെറും 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതായിട്ട് 2013 വെറും 80,000 കിലോമീറ്റർ മാത്രം ഓടിയ XUV W8 പരിചയപ്പെടാം അല്ലെ? മോഡൽ എത്ര വരുന്നത്? ഇത് 2013 മോഡലാണ്. 80,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, സിംഗിൾ ഓണർ ആണ്. W8 എന്നുള്ള ഓപ്ഷൻ ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ് അല്ലേ? വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. അലോയ് വീൽസ് വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു മുഷ്ടിലോ കാര്യങ്ങളോ ഒന്നും ഇല്ല അല്ലേ? ലെതർ സീറ്റ് ആണ് വരുന്നത്. അതെ. സാധാരണ XUV ഇത്ര പഴക്കമുള്ള വണ്ടിന്റെ സീറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 6,70,000 രൂപയാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ റേറ്റ് ആണ്. നെഗോഷ്യബിൾ ആയിട്ട് ലോൺ വേണ്ട ആളുകളാണെങ്കിൽ നമുക്കൊരു 5,500 രൂപ ലോണും കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പൊ പുതിയ മോഡൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വൈറ്റ് കളർ അല്ലേ നമ്മളെടുത്ത്? 2017 മോഡല് W10 ആണ്. 45,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വണ്ടി. വെറും 45,000. അതും ഓട്ടോമാറ്റിക്. അതും ഓട്ടോമാറ്റിക്. 45,000. XUV ഓട്ടോമാറ്റിക് കിട്ടാൻ കുറച്ച് പാടാണ്. ഈ കിലോമീറ്ററിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും. അത് ഫുൾ ഓപ്ഷൻ. W10 ആകുമ്പോൾ സൺറൂഫ് തൊട്ട് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും കേട്ടോ. ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല. വെറും 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല. ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ പക്കാ നീറ്റാണ്, പുത്തം പുതിയ കണ്ടീഷൻ.
എത്ര കൊടുക്കാം നമുക്ക്? അത് നമുക്കൊരു 12,70,000 രൂപയാണ് ചോദിക്കണത്. 12,70,000 അതെ, നെഗോഷ്യബിൾ റേറ്റ് ആണ്. ഓക്കെ. ലോൺ ആണെങ്കിൽ നമുക്കൊരു 10 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. മാക്സിമം ലോൺ കൊടുക്കാം. അതെ. ഓക്കെ. അപ്പോൾ അടുത്തായിട്ട് ഈ വീഡിയോയിൽ ഒരു തരംഗ വാഹനം തന്നെ നമുക്ക് പരിചയപ്പെടാം. ഇത്രയും ലോ കിലോമീറ്ററിൽ ഈ പ്രൈസിൽ നമുക്ക് ഫോർച്യൂണർ എവിടെ നിന്ന് കിട്ടൂല എന്ന് നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞു അറിയാലേ? ഓക്കെ. 2 വീല് ഓട്ടോമാറ്റിക് 2019 മോഡല് 50,000 കിലോമീറ്റർ ആണ് ഓടിക്കണം. വെറും 50,000 കിലോമീറ്റർ. അത് കറക്റ്റ് ഹിസ്റ്ററി ഉണ്ട്. ഒന്നുമില്ല, പൊക്ക വണ്ടി അല്ലേ? വെറും 50,000 ഓടിയിട്ടുള്ളൂ ഈ ഒരു കുറഞ്ഞ പ്രൈസിൽ. ഒറിജിനൽ കേരള വണ്ടി ഒന്നും അല്ല കേട്ടോ. നല്ല സ്റ്റീരിയർ ആണ്. അതെ. ടയർ നോക്കുകയാണെങ്കിൽ 4 പുത്തൻ ടയറാണ്. 4 പുത്തൻ ടയർ. അപ്പൊ ടയറിന്റെ ഭാഗത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഓഫ് റോഡിന് ഇവനെ വെല്ലാൻ ഭൂമിയിൽ വേറെ ആൾ ജനിക്കണം എന്ന് പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വാഹനമാണ് കേട്ടോ. ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റാണ്. ഒരു സ്ക്രാച്ചോ ഡെൻറ്റോ ഒന്നും കാണാൻ സാധിക്കില്ല. ഇപ്പോൾ ഒന്ന് പുറത്ത് നമ്മൾ റീൽ എടുക്കാൻ കൊണ്ടുപോയിരുന്നു, അതുകൊണ്ട് കുറച്ച് ചളിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലേ. ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ എക്സ്ട്രാ ലെതർ സീറ്റ് ചെയ്തിട്ടുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് സിസ്റ്റം, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന 2 വീല് ഓട്ടോമാറ്റിക് വാഹനം. എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 38 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. പുതിയതിന് എന്ത് വില ഉണ്ട്? പുതിയത് ഏകദേശം 50 രൂപ റേഞ്ചിൽ വരുന്നുണ്ട്. അത്യാവശ്യം പക്ക റീസെയിൽ വാല്യൂ ആണല്ലോ. അതെ, തീർച്ചയായും. പ്രത്യേകത ഈ ഫോർച്യൂണർ ടയോട്ടന്റെ വണ്ടിയൊക്കെ വിറ്റാലും വാങ്ങിയാലൊന്നും ബേജാറാവേണ്ട ആവശ്യമില്ല അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ബിൽഡ് ക്വാളിറ്റി അതുപോലെ സ്റ്റെബിലിറ്റി, പവർ, മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഏക വാഹനമാണ് ജീപ്പിന്റെ കോമ്പാസ് XUV സെഗ്മെന്റിൽ കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽ അതിന് വരുന്നത് ഇത് 2017 മോഡലാണ്. 17 മോഡല്. കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ്. 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 45,000. റീപ്ലേസ് ആക്സിഡന്റ് എന്തെങ്കിലും ഒന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം നല്ല സിംഗിൾ ഓണർഷിപ്പ് ആണ്. ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ പക്കാ നീറ്റാണ്. ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ഏതാ ഓപ്ഷൻ? ഇത് ലോഞ്ചിറ്റ്യൂഡാ. ഓക്കെ. എത്ര കൊടുക്കാം? ഇത് നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് 12 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 12. അത് നെഗോഷ്യബിൾ റേറ്റ് ആണ്. ഓക്കെ. മാക്സിമം ലോൺ കൊടുക്കാം. 10 lakhs വരെ ലോൺ കൊടുക്കാൻ പറ്റും. 10 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. അതെ, വണ്ടി നല്ല ക്ലാസ് വണ്ടിയാണ്. തീർച്ചയായിട്ടും നല്ല ബോഡി ക്വാളിറ്റി ഉള്ള കിടിലം വാഹനം കേട്ടോ. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ഒരു പുലിക്കുട്ടിനെ പരിചയപ്പെടാം. ന്യൂ വെർണ വെറും 10,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പ് SX ഓപ്ഷണൽ അല്ലേ? അതിൽ അഡാസ് ഫീച്ചേഴ്സ് വരുന്ന വണ്ടി. ലേറ്റസ്റ്റ് വെർണ കേട്ടോ. അതും ഏറ്റവും ടോപ്പ് ആണ്. ഇത് ഇറങ്ങുമ്പോൾ 20 ലക്ഷത്തിന് മുകളിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? എന്തായാലും ഉണ്ടാവും. നമുക്ക് എത്ര ലക്ഷം രൂപ കുറച്ച് കൊടുക്കാം? നമുക്കൊരു 5 ലക്ഷം രൂപ കുറച്ച് കൊടുത്തേക്കാം. 5 ലക്ഷം രുപയോ? അതെ. ഷോറൂം ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ 5 ലക്ഷം രൂപ കുറച്ച് കൊടുക്കാം. അപ്പോൾ പുതിയ പറഞ്ഞെടുക്കാൻ പ്ലാൻ ചെയ്യണവർ എങ്ങോട്ടും പോകണ്ട, പെട്ടെന്ന് വന്നോളിയും. ലോൺ സെറ്റ് ആയി കൊടുക്കുമോ? ലോൺ കിട്ടും. മാക്സിമം ലോൺ കൊടുക്കാം. 2 ലക്ഷം രൂപ വന്ന് നമുക്ക് വണ്ടി കൊടുക്കാം. ഓക്കെ. 2 ലക്ഷം രൂപ ഉണ്ട്. പുതിയ പറഞ്ഞ സ്വന്തമാക്കാം കേട്ടോ. റീപ്ലേസ് ആക്സിഡന്റ് എന്തെങ്കിലും വണ്ടി ഇപ്പോൾ കയറിക്കണോ? ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഫ്രഷിൽ ഹൈ ക്ലാസ് വണ്ടി. ഒരു റീപ്ലേസും ഇല്ല. ഓക്കെ. റിയർ സൈഡിലേക്ക് വന്നാൽ അത്യാവശ്യം തരക്കേടില്ലാത്ത വാഹനം തന്നെയാണ്. ഡിസൈൻ കണ്ട വണ്ടി എടുത്തുകൊണ്ട് പോകില്ലേ? അമ്മമാരി മാരക ഡിസൈനാണ് വാഹനം. SX ഓപ്ഷണലാണ്. ഏറ്റവും ഫുൾ ഓപ്ഷനാണ്. അലോയ് വീൽസൊക്കെ ടോപ്പ് എൻ്റെ ആയതുകൊണ്ട് ഡയമണ്ട് കട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാലാണ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ഇന്റീരിയർ. പുത്തൻ പുതിയ വണ്ടിയുടെ അതേ കണ്ടീഷനാണ്. കാരണം 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക്കാണ് വാഹനം വരുന്നത്. സീറ്റ് വെന്റിലേഷൻ, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അഡാസ് തുടങ്ങിയ ഒരുപാട് എനിക്ക് പറയാൻ പോലും അറിയാത്ത ഫീച്ചേഴ്സ് ഒരുപാട് വരുന്ന വാഹനമാണ്. നമ്മൾ 5 ലക്ഷം രൂപ കുറച്ച് കൊടുക്കും. എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? നമുക്ക് 16 ലക്ഷം ചോദിക്കണേ. എന്നാലും പിന്നെ ഒന്നുകൂടി കുറച്ച് കൊടുക്കാം. അതിന് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ഓക്കെ. ഒരു 5 ലക്ഷം രൂപയാണ് കുറച്ച് കൊടുക്കാം. ഓക്കെ. മാക്സിമം ലോണും കൊടുക്കാം. ഓക്കെ. അപ്പോൾ അടുത്തായി നമുക്ക് 5th എഡിഷൻ ലേറ്റസ്റ്റ് മോഡൽ ഹോണ്ട സിറ്റി പരിചയപ്പെടാം. മോഡൽ എത്ര? ഇത് 2021 മോഡലാണ്. കിലോമീറ്റർ ഓടിക്കണം 30,000 കിലോമീറ്റർ. വെറും 30,000 കിലോമീറ്റർ. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ്. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് കയറിയിട്ടുണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല പക്ക വണ്ടിയാണ്. 4 ഡയമണ്ട് കട്ട് അലോയ് വീൽ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാൽ നല്ല ഹൈ ക്വാളിറ്റി ഇന്റീരിയർ ആണ് അല്ലേ? സീറ്റ് കവർ ആയാലും സിസ്റ്റം ആയാലും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഫുൾ ഓപ്ഷൻ ബട്ടൺ സ്റ്റാർട്ട് വരുന്ന ഓട്ടോമാറ്റിക് വെഹിക്കിള്. ഈ വാഹനത്തിന്റെ ആസ്കിംഗ് പ്രൈസ് എത്രയാണ്? ഇത് നമ്മൾ ചോദിക്കുന്നത് 12,50,000 രൂപയാണ് ചോദിക്കുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ചെറുതായിട്ട് എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് ചെയ്യാം. ലോൺ വാങ്ങേണ്ട ആളുകളാണെങ്കിൽ നമുക്ക് ഒരു 10 ലക്ഷം രൂപ ലോൺ കൊടുക്കാൻ പറ്റും. 10 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. മാക്സിമം ലോണ്. മാസം ഒരു ചെറിയ തുക മാറ്റി വെക്കാണ്ടെങ്കിൽ ഹോണ്ട സിറ്റി നമുക്ക് സ്വന്തമാക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ക്രൂസ് പരിചയപ്പെടാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പവർ, സ്റ്റെബിലിറ്റി എടുത്തുക്കെത്തൂല വേറെ സെഡാൻ വാഹനം അല്ലേ? പക്ക ലക്ഷറി ആയിട്ടുള്ള പക്ക സ്റ്റെബിലിറ്റി ഉള്ള വാഹനമാണ്. ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ വെറും 2,00,000
എത്ര കൊടുക്കാം നമുക്ക് ഇനി? 2,70,000 കൊടുക്കാം. വെറും 2,70,000 ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഡീസൽ ക്രൂസിലെ. ഇപ്പോൾ ഒരുപാട് മനസ്സിൽ ആഗ്രഹം വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അതെ അതെ ഇത് അന്നത്തെ രാജാവാണ്, ഇന്നത്തെ രാജാവാണ്, എപ്പോഴും രാജാവാണ് കേട്ടോ. ഇതിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാൽ പക്കാ ലക്ഷറി ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് വാഹനങ്ങളിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ. സൺറൂഫ്, ബട്ടൺ സ്റ്റാർട്ട്, കമ്പനി സിസ്റ്റം തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സുള്ള ഓട്ടോമാറ്റിക് ഡീസൽ വാഹനമാണ് ഇത്. മോഡൽ 2010 അല്ലേ? 10 മോഡൽ. സെക്കൻഡ് ഓണർ ആണോ? സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ ഓടിക്കുന്ന 1 lakh ആണ്. 1 lakh ആണ് അല്ലേ? ഓക്കെ. ലാസ്റ്റ് പ്രൈസ് എത്രയാണ്? ലാസ്റ്റ് 290 ഇട്ടേക്കണത്. അത് നോക്കണ്ട, 2.25 കൊടുക്കാം. കസ്റ്റമർക്ക് പ്രത്യേകിച്ച് കൊടുക്കാം. ലോൺ കിട്ടൂലല്ലോ? ലോണ് അവർക്ക് സ്വന്തം തന്നെ സെറ്റ് ആക്കണം. അപ്പൊ അടുത്തായിട്ട് നമുക്ക് TUV 300 ബ്ലാക്ക് കളർ പരിചയപ്പെടാം. ഇത് ഏതായിരുന്നു മോഡല്? ഇത് 2017 മോഡലാണ്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ? 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ T8 എന്ന് പറയും. T8 അല്ലേ? അലവിൽ കാര്യങ്ങളൊക്കെ വരും. റീപ്ലേസ് എന്തെങ്കിലും വണ്ടിക്ക്? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, പക്കാ വണ്ടിയാണ്. പക്കാ വണ്ടി അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോ കമ്പനി സ്റ്റീരിയോ തുടങ്ങിയ എയർ ബാഗ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അല്ലേ? വാഹനം അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉള്ള പെർഫോമൻസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. നല്ല ക്ലാസ് വണ്ടിയാണ്. എക്സ്റ്റീരിയർ ആയാലും ഇന്റീരിയർ ആയാലും ടയർ കണ്ടീഷൻ ആയാലും ഒക്കെ പക്കയാണ് അല്ലേ? റീപ്ലേസ് ഇല്ലാതെ ഗ്യാരണ്ടി ഒന്നുമില്ല. നല്ല വണ്ടി നോക്കിയാൽ നല്ല ഹൈ ക്ലാസ് വണ്ടിയാണ്. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 6,50,000 ചോദിക്കുന്നത്. ലോൺ വേണ്ട ആളുകളാണെങ്കിൽ നമുക്ക് 5.5 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഹുണ്ടായുടെ അൽക്കസാർ പരിചയപ്പെടാം. 7 സീറ്റർ ആണല്ലേ വാഹനം? മോഡൽ എത്ര വരുന്നത്? ഇത് 2021 മോഡലാണ്. 75,000 കിലോമീറ്റർ സീറ്റ് വാഹനം കൂടിയാണല്ലോ. അതെ, തീർച്ചയായിട്ടും. ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഡീസൽ എന്തായാലും ഒരു 20 അടുക്കായിട്ട് കിട്ടൂലേ? എത്ര കിലോമീറ്റർ ഓടിയില്ല? കിലോമീറ്റർ 70,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. സർവീസ് സർവീസ് എല്ലാം കമ്പനി സർവീസ് ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ടയർ 4 പുതിയതാണ്. 4 ടയർ. സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാൽ അത്യാവശ്യം നല്ല ലക്ഷറി ഇന്റീരിയർ തന്നെയാണ് കേട്ടോ. ഇൻഫോടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്. ബോസിന്റെ സൗണ്ട് സിസ്റ്റം, സൺറൂഫ് കാര്യങ്ങളൊക്കെ സൺറൂഫ് ആണ്. ഓക്കെ. എത്ര ആസ്കിംഗ് പ്രൈസ്? നമ്മൾ ചോദിക്കുന്നത് 5 ലക്ഷം രൂപയാണ് ചോദിക്കണം. എത്ര ലോൺ കിട്ടും? ലോൺ ആണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 13 ലക്ഷം രൂപ ലോൺ കിട്ടും. ഓക്കെ. അപ്പൊ പുത്തനൊരു അൽക്കസാർ നോക്കുന്നവര് പെട്ടെന്ന് വന്നോളി. അത്യാവശ്യം നല്ലൊരു പ്രൈസ് ഡിപ്രീസിയേഷൻ ഉണ്ട് അല്ലേ? അതെ. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ക്രെറ്റ ഡീസൽ ഫുൾ ഓപ്ഷൻ പരിചയപ്പെടാം. ഫുൾ ഓപ്ഷൻ മോഡൽ എത്ര? ഇത് മോഡൽ 2018 മോഡലാണ്. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ? 90 ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ആണ്. ഒറിജിനൽ ഡോക്ടർ ആണ്. ഡോക്ടറിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചു വെറുതെ നോണ അറിയുന്നില്ല, ഡോക്ടർ തന്നെയാണ് കേട്ടോ. ഡീസൽ എത്ര പ്രതീക്ഷിക്കാം മൈലേജ്? മൈലേജ് നമുക്ക് എന്തായാലും ഒരു 16-18 ആ റേഞ്ചിലാണ് വരുന്നത് അല്ലേ? സിറ്റി ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം മൈലേജ് 16 അല്ലെങ്കിൽ 16, 18, 19 ചെല്ലും അല്ലേ? റീപ്ലേസ് ആക്സിഡന്റ് ഒന്നും ഇല്ലാന്ന് ഗ്യാരണ്ടി ഗുഡ് കണ്ടീഷൻ. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും അതേ കണ്ടീഷൻ നിലനിർത്തിക്കൊണ്ടു അല്ലേ? ഓക്കെ. റീപ്ലേസ് ഒന്നും ഇല്ലാത്ത അച്ചാവാല വണ്ടിയാണ്. 9.5 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കണത്. അത് നമുക്ക് കുറച്ച് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. റീപ്ലേസ് ഇല്ല, ആക്സിഡന്റ് ഇല്ലാത്ത നല്ല വണ്ടിയാണ്. ഓക്കെ. അപ്പൊ അടുത്തതായിട്ട് വീണ്ടും ഒരു ക്രെറ്റ പരിചയപ്പെടാം. അത് പെട്രോളോ ഡീസലാ? ഇത് പെട്രോള് ഓട്ടോമാറ്റിക്. വെറും 11,000 കിലോമീറ്റർ. വെറും 11,000. മോഡല് 19 മോഡല്. വെറും 11,000 ഓടിയിട്ടുള്ളൂ കേട്ടോ. അതെ. ഇത് ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ ആണ്. സൺറൂഫ് ഒക്കെ വരുന്ന മോഡലാണ്. ഓക്കെ. കീലെസ് എൻട്രി കാര്യങ്ങളൊക്കെ വരുന്നതാണ്. എത്ര കിലോമീറ്റർ? വെറും കിലോമീറ്റർ 11,000. ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി. അതെ. ഓക്കെ. ഫസ്റ്റ് ടയർ കമ്പനി വന്ന ടയറാണ്. അതെ. മാറ്റിയിട്ടില്ല. കമ്പനി വന്ന അതേ ടയറോട് കൂടിയുള്ള വണ്ടിയാണ് കേട്ടോ. പിന്നെ കീലെസ് എൻട്രി വരുന്നുണ്ട്. ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാൽ സീറ്റർ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആണ് വാഹനം. പുതിയ ഇന്റീരിയർ അല്ലേ? ഒന്നും പറയാനില്ല. എത്രയാണ് ആസ്ക് ചെയ്യണേ? 12 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. എത്ര ലോൺ ചെയ്യാം? ലോൺ ആണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 10 രൂപ റേഞ്ചിൽ ലോൺ കൊടുക്കാം അല്ലേ? ഓക്കെ. നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും തന്നെ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരുപാട് വാഹനങ്ങൾ മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വാഹനം പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഓതറൈസ്ഡ് ഷോറൂം കൊണ്ടുപോയി ചെക്ക് ചെയ്ത് പൂർണ്ണ ഉത്തരവാദിത്തത്തോടു കൂടെ എടുക്കുക. അപ്പം മലയാളം മീഡിയ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തു തരും. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ച് എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും ബൈ.